പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനകയാണെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട് ഗോവിന്ദൻ. അപ്പോൾ എവിടെ പോയി അന്വേഷിക്കാനാണ് കനക ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അന്വേഷിച്ച് പോയതല്ലേ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ നന്ദുവിനെ വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദുവിനെ വിളിക്കേണ്ട, അവൾക്കാണെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അവൾ ഉറങ്ങിക്കോട്ടെ, നമുക്ക് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോകാമെന്ന് പറയാണ്. എന്തായാലും ഞാൻ ആദർശ് മോനെ ഒന്നുകൂടെ വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. നയനേനെ വിളിച്ച് നോക്കട്ടെ എന്ന് ആദ്യം പറയുന്നത്, പിന്നീട് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ മോളെ കണ്ടു കിട്ടാതെ ഒരു സമാധാനം കിട്ടുന്നില്ല. എന്തോ അവിടെ വലിയ പ്രശ്നം നടന്നിട്ടുണ്ട്, അല്ലാതെ മോളിങ്ങനെ ആരോടും പറയാതെ ഇറങ്ങി പോകുന്നില്ല എന്ന് ഗോവിന്ദനും പറയുകയാണ്. പിന്നീട് എന്തായാലും നമുക്ക് ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വാതിലൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നീട് അനന്തപുരിയാണ് കാണിക്കുന്നത്. അപ്പോൾ നവ്യയാണെങ്കിലും സോഫയിൽ കിടന്ന് നല്ല ഉറക്കം തന്നെയാണ്. മുത്തശ്ശനാണെങ്കിലും ഒക്കെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അനിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അനിയനോട് ചോദിക്കുന്നുണ്ട്, എന്തായി മോനേന്ന്. അപ്പോൾ ഏട്ടത്തിൽ പോകാൻ സാധ്യതയില്ല, എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെ ഏട്ടത്തിനെ കാണാനില്ല, ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടേക്ക് ആരും വിളിച്ചിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേവയാനിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ അവളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും എനിക്കറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം ഞാൻ വിളിച്ച് ചോദിച്ചു, അവിടേക്കൊന്നും ചെന്നിട്ടില്ല ഏട്ടത്തി എന്ന് പറയാണ്. അപ്പോൾ ജലജയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അവൾ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും കൂടെ പോയതാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് അഭിയാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അഭിയാണെങ്കിലും എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെ ഇനിയിപ്പോൾ പോകാനൊന്നും ബാക്കിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജലജയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവൾ ആരുടെയെങ്കിലും കൂടെ പോയതാണെങ്കിലോ എന്നുള്ളതിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശന് അത് ഇഷ്ടാവുന്നില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ തന്നെ വരുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ മക്കളും ഗതി പിടിക്കാത്തതെന്നുള്ള ഇതിൽ മുത്തശ്ശൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ജലജയനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, പോലീസിൽ അറിയിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ നോക്കാച്ച, ഇനിയിപ്പോൾ ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെയാണ് ഇതിൻ്റെ വലിയ മാനക്കേട്, ഇതൊക്കെ അനന്തപുരി തറവാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് പറയുകയാണ്. പിന്നീട് അഭിയാണെങ്കിലും അവിടുന്ന് പെട്ടെന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിലും അഭിൻ്റെ പിറകെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവൾ ഇങ്ങനെ ആരുടെയെങ്കിലും കൂടെ പോയത് ആണെങ്കിൽ മതിയായിരുന്നു, ഇനിയിപ്പോൾ അങ്ങനെ അവളുടെ ചേച്ചി ഉണ്ടല്ലോ, അവളെ നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അഭിക്കാണെങ്കിലും ഭയങ്കര ഒരു ദേഷ്യമൊക്കെയാണ്. പിന്നീട് ഇടയ്ക്ക് ആദർശാണെങ്കിലും ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദർശനാണെങ്കിലും രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് നല്ലൊരു ക്ഷീണവും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് നവിയാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് നവീനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നവിയാണെങ്കിലും ഇതൊന്നും അറിയാത്ത മട്ടിൽ സോഫയിൽ കിടന്നിട്ട് നല്ല ഉറക്കം തന്നെയാണ്. അപ്പോഴേക്കും ജയൻ വരുന്നുണ്ട്. അപ്പോൾ ജയനോടാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്ക് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ജയനും ആരും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ എല്ലായിടത്തും അന്വേഷിച്ചു, മോളെ എവിടെയും കാണാനില്ല എന്നുള്ളതിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ദേവേനിക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഒരു ടെൻഷനൊക്കെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചുകൂടെ നോക്കാം, എന്നിട്ട് പോലീസിൽ അറിയിക്കാം, എത്രയെന്ന് വെച്ചാൽ അറിയിക്കാതിരിക്കുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവേനിക്കാണെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് പോലീസിൽ അറിയിക്കാമെന്ന് ഒരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ നയനയുടെ വീട്ടിലെ കാര്യം അറിയിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അനി വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം, ഇനിയിപ്പോൾ ആ നശിച്ച കൂട്ടങ്ങൾ വന്നാൽ നമ്മളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശന് അത് ഇഷ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ ഈ വീട്ടിൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയും, അറിയാതെ പറഞ്ഞു പോയതാണെന്ന് ജലജയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മോനും മരുമോളും പുറത്ത് ആരോടും പറയാതെ പോയതിന് എല്ലാവരും വിമർശിച്ചതാണല്ലോ, ഇപ്പോൾ ആർക്കും ഒന്നും പറയാനില്ലേ, അവൾ ഇങ്ങനെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടാവും, അവരുടെ കൂടെ പോയതാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവേനിക്കാണെങ്കിൽ അത് ഇഷ്ടമാവുന്നില്ല. എനിക്ക് അവളോട് വലിയ അവളെ ന്യായീകരിക്കുകയൊന്നുമല്ല, അവളോട് വലിയ താല്പര്യമില്ല, പക്ഷേ എൻ്റെ മരുമോൾക്ക് ഇല്ലാത്ത സ്വഭാവം നീ അവളെ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ദേവേനി ദേഷ്യപ്പെട്ടുകൊണ്ട് ജലജയനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് തന്നെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കനകയും ഗോവിന്ദനൊക്കെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവർ ഓട്ടോയിൽ വന്നിട്ട് ഓട്ടോ കാശൊക്കെ കൊടുത്തിട്ട് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത്. മോളെങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വലിയ പ്രശ്നം നടന്നിട്ടുണ്ടാവും, അല്ലാതെ മോളിപ്പോൾ ഇങ്ങനെ വീട് വിട്ട് പോവില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ മക്കൾ കാരണം എങ്ങനെ ഈ വീട്ടിലെല്ലാവർക്കും ആകെ ഒരു ഇതില്ലാതായല്ലോ എന്നുള്ളതിൽ ഗോവിന്ദനെ സംസാരിക്കുന്നുണ്ട്. നവ്യനെ കാണാതായതിൻ്റെ പിറകെയാണല്ലോ ഇപ്പോൾ നയനേനെയും കാണാതായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ സംസാരം ഉണ്ടാവും അകത്തും. എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കനകി എല്ലാവരും അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും ആദർശം എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓടി വന്നിട്ട് കനക ചോദിക്കുന്നുണ്ട്, എന്തായാലും മോനെ മോളിങ്ങോട്ട് വന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയും കാണാനില്ല എന്ന് പറയുമ്പോൾ തന്നെ കനകയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഓനിങ്ങനെ അവളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അവളും തമ്മിലൊരു വഴക്കം ഉണ്ടായിട്ടില്ല എന്നൊക്കെ ആദർശ് പറയാണ് കേട്ടോ.
അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇങ്ങനെ മോള് മഹാലക്ഷ്മിയെ പോലെ നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ സന്തോഷത്തോടുകൂടിയാണ് ഇവിടുന്ന് പോയത്. പിന്നെ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ യാത്രയാക്കിയിട്ട് ഇങ്ങനെ അവളോട് ഞാൻ സംസാരിച്ചതാണ്, പിന്നീട് അവൾ അകത്തേക്ക് വീട്ടിനുള്ളിലേക്ക് വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും സംസാരം നടന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഓരോന്ന് പറയാനുണ്ട്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അവർ തമ്മിലൊരു വഴക്കുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ മോക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മോൻ്റെ ഇങ്ങനെ രാത്രി ഉറക്കമൊഴിച്ച് നിങ്ങൾക്ക് എത്ര എന്ന് വെച്ചിട്ടാണ് കഷ്ടപ്പെടുന്നത്, അതൊന്നും ഇങ്ങനെ കണ്ണിച്ചോരില്ലാതെ കണ്ടില്ല എന്ന് പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാണ്. അപ്പോൾ ജലജയാണെങ്കിലും അത് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ നവ്യ ഉറങ്ങുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നവ്യനെ ദേഷ്യത്തോടു കൂടി തട്ടി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കനക. അപ്പം നിൻ്റെ അനിയത്തിയെ എന്നെ കാണാതായിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, എനിക്ക് സുഖമില്ലല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ജലജയാണെങ്കിലും പിന്നീട് ഇങ്ങനെ കനക ഓരോന്ന് പറയുന്ന സമയത്ത് കൊണ്ടുപോയി കേസ് കൂടെ, എന്നിട്ട് ഞങ്ങളെയൊക്കെ കോടതി കയറ്റി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവരുടെ മകളെയാണ് കാണാതായിട്ടുള്ളത്, അപ്പോൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ജലജേനോട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, അവരുടെ മകളെയല്ലേ കാണാതായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് ഗോവിന്ദനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് ഗുണ്ടകൾ ഇവരുടെ പിറകെ തന്നെ ഉണ്ട് അങ്ങനെയുള്ളതിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങൾക്ക് ഗുണ്ടകളായിട്ടൊരു ബന്ധമില്ല, അപ്പോൾ ഞങ്ങളുടെ മോശ സമയത്ത് ഓരോരുത്തരും ഇങ്ങനെ കയറി വരികയാണെന്നുള്ളതിൽ ഗോവിന്ദനും സംസാരിക്കുകയാണ്. എന്തായാലും പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മോളുടെ മനസ്സിൽ എന്തോ വലിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ മോളിപ്പോൾ ഇങ്ങനെ ആരെയും സങ്കടപ്പെടുത്താനൊന്നും നിൽക്കില്ല, ഇനിയിപ്പോൾ മോള് തിരിച്ചു വന്നാലല്ലേ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ കനയ്ക്കാണെങ്കിലും ഞാനിന്ന് കാണില്ലാത്തതൊക്കെ ഭയങ്കര സങ്കടം തന്നെയാണ്. അപ്പോൾ നവിയാണെങ്കിലും ഒരു കൂസലില്ലാതെ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അഭിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നവ്യനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളായിരിക്കുമോ, അങ്ങനെ നയനേനെയും കൊണ്ടുപോയിട്ടില്ലേ എന്ന് പറയുമ്പോൾ കനയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നയനെ കാണിക്കുന്നുണ്ട്, നയനയാണെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ ലെറ്ററിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് നയനെ സ്നേഹിക്കുന്നത്, ഈ മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞാൽ അമ്മ ഭാര്യനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാലും ഞാൻ ഉപേക്ഷിക്കും ഒരു മടിയും കൂടാതെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആദർശും ഞാനും തമ്മിൽ എന്തെങ്കിലും പിണക്കുണ്ടായത് ആവോ, അതിനായിരിക്കും മോൾ ഇറങ്ങിപ്പോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല, അവൻ എനിക്ക് വാക്ക് തന്നതാണ് ഇങ്ങനെ മോളെ സ്നേഹിച്ചോളാം എന്നുള്ളത്, അപ്പോൾ ആ വാക്ക് അവൻ തെറ്റിക്കില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഗുണ്ടകളെങ്ങാനും തട്ടിക്കൊണ്ടുപോയതായിരിക്കുമോ എന്ന് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ CCTVയിൽ അത് ഇങ്ങനെ പതിയേണ്ടതല്ലേ, മോൾ ഒറ്റയ്ക്കല്ലേ ഗേറ്റ് കടന്ന് പോകുന്നത്, അത് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ എന്താ നടന്നെന്ന് അറിയില്ലല്ലോ ഭഗവാനെ, ഒരു ആപത്തും കൂടാതെ മോളൊന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പിന്നീട് നയന ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ക്ഷേത്രത്തിലെ പൂജാരി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോളെന്താ ഇവിടെ എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി മുതലേ ഇവിടെ തന്നെ ഇരിക്കുകയാണ്, എൻ്റെ സാമൂഹ്യ വിരുദ്ധരുടെ നായ്ക്കളുടെ കണ്ണിലൊന്നും ഞാൻ പെട്ടില്ല, ആർക്കും എന്നെ വേണ്ടാന്ന് തോന്നുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അനന്തപുരി പോലുള്ള വലിയൊരു തറവാട്ടിലെ മരുമകൾ ഇവിടെ വന്നിരിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനന്തപുരി എന്നല്ല, ഏതൊരു തറവാട്ടിലെ പെൺകുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് വേറെ എവിടെ പോയാലും മനസ്സമാധാനം കിട്ടുന്നില്ല എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥനയോടെ ഇരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലേക്കും അനന്തപുരിയിലേക്കും തിരിച്ചു പോയി അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാനിവിടെ ക്ഷേത്രത്തിൽ ജോലിയെല്ലാം ചെയ്ത് ഇവിടുത്തെ പടച്ചോറും കഴിച്ച് ഇവിടെ കഴിഞ്ഞോളാം, ക്ഷേത്ര കമ്മിറ്റി അനുവദിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറയണം. അപ്പോൾ മോളുടെ മനസ്സിൽ എന്തോ വലിയ വിഷമം തട്ടിയിട്ടുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒന്നും പറ്റാനില്ല എന്നപ്പോൾ അങ്ങനെ പൂജാരിക്കാണെങ്കിലും മനസ്സിലായിട്ടുണ്ട് നയനയ്ക്ക് എന്തോ വലിയ വിഷമം പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ മോളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവരെ അറിയുന്നില്ലല്ലോ, അവർക്ക് ഇതിലും വലിയ കടമകൾ കടക്കേണ്ടി വരും എന്നുള്ളത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നയനയാണെങ്കിലും അതൊക്കെ കേട്ട് സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.